നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, ക്രിസ്മസ് ഒരുക്കത്തിന്റെ ഏറ്റവും അവസാന ദിവസങ്ങളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഈ അവസരത്തിൽ 3 ദിവസത്തെ ക്രിസ്മസ് ഒരുക്ക ധ്യാനത്തിലൂടെ ക്രിസ്മസിനായി നമ്മൾ ഏറ്റവും അടുത്ത് ഒരുങ്ങുന്നു. പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയെ ആരാധിക്കുവാനും അവിടുത്തെ അനുഗ്രഹം പ്രാപിക്കാനുമായി ഈ ക്രിസ്മസ് ആരാധന നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ സത്യമായും നമ്മോടൊപ്പം ആയിരിക്കുന്നു. ഇന്ന് നാം ധ്യാനിക്കുന്ന വിഷയം ദൈവം നമ്മോട് കൂടെ എന്നതാണ്. ക്രിസ്മസ് നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശങ്ങളിൽ ഒന്നാണ് ദൈവം നമ്മോട് കൂടെ. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 22-23 വചനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു: കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. യേശയ്യാ പ്രവാചകന്റെ പ്രവചനമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. യേശു ജനിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യേശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ യേശയ്യാ പ്രവാചകൻ അരുളി ചെയ്ത പ്രവചനം, അവിടുന്ന് എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. എമ്മാനുവേൽ എന്നാൽ ദൈവം നമ്മോട് കൂടെ എന്നാണ് അർത്ഥം. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു, ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നമ്മോടൊപ്പം വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം. മനുഷ്യരുടെ ജീവിതത്തിൽ വ്യക്തിപരമായി വളരെ ആഴമായി ഇടപെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം 7-ാമത്തെ വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോഴൊക്കെ നമുക്ക് ഉത്തരം അരുളുന്നത് പോലെ ഏത് ജനതയ്ക്കാണ് ദൈവം ഇത്ര സമീപസ്ഥനായിരിക്കുന്നത്. ദൈവം നമുക്ക് സമീപസ്ഥനാണ്. നമ്മൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഉത്തരം നൽകുന്ന കർത്താവാണ് നമ്മുടെ ദൈവം. യേശുവിന്റെ ജനനത്തിലൂടെ ഈ ഒരു വസ്തുത വളരെ ശക്തമായി ബോധ്യപ്പെടുന്നു.
ദൈവം നമ്മോട് കൂടെയാണ്. ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഉറപ്പും പ്രത്യാശയും. ഈ ലോക ജീവിതത്തിൽ നമുക്ക് അനേകം ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, രോഗങ്ങളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്. ചിലപ്പോഴൊക്കെ ജീവിതം വഴിമുട്ടിയെ പോലെ തോന്നുന്നു. ചിലപ്പോഴൊക്കെ താങ്ങാനാകാത്ത ഭാരവുമായി നമ്മൾ നടന്നു നീങ്ങുന്നു. ഈ സാഹചര്യങ്ങളിലൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നത് ഒരു സത്യമാണ്: നാം തനിച്ചല്ല. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ദിവ്യകാരുണ്യ ഈശോയുടെ പക്കലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. അവിടുത്തെ ഒന്ന് നോക്കാം. നമ്മോടൊപ്പമായിരിക്കുന്ന ആ ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിൽ നമുക്ക് അനുഭവിക്കാം. ദൈവം നമ്മോട് കൂടെ. നമ്മുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും അവിടുന്ന് വസിക്കുന്നു. അവിടുത്തെ സ്നേഹ സാന്നിധ്യം, പരിശുദ്ധമായ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. അതെ, ദൈവം നമ്മോടുകൂടെ. നമ്മോടൊപ്പം വസിക്കുന്ന ഈ ദൈവം എന്താണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക? ഈ ദൈവം എങ്ങനെയാണ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കുക? വെളിപാടിന്റെ പുസ്തകം 21 അധ്യായം 3-4 വചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു: സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു, ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്തു വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും, അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും,
ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉളവാക്കുന്ന, നമുക്ക് പുതിയ ജീവിതം നൽകുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തെക്കുറിച്ചാണ് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. നമ്മുടെ ഇടയിൽ കൂടാരമടിച്ച് വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം, നമ്മോടൊപ്പമായിരിക്കുന്നവൻ. ദൈവം നമ്മുടെ കൂടെയാണെങ്കിൽ എന്താണ് നമുക്കുണ്ടാകുന്ന മാറ്റം? ഈ ലോകത്തിൽ നമുക്ക് വേദനകളും ദുഃഖങ്ങളും മുറവിളികളും വിലാപങ്ങളും എല്ലാം ഉണ്ട്. എന്നാൽ ദൈവം നമ്മുടെ കൂടെയാണെങ്കിൽ അവിടുന്ന് ഇവയെല്ലാം മാറ്റി പഴയതെല്ലാം നീക്കിക്കളഞ്ഞ് ഒരു പുതിയ ജീവിതം നമുക്ക് നൽകും. അന്ന് ഈശോയുടെ ജനനം പുതിയൊരു യുഗത്തിന് വഴിതെളിച്ചതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ ഈശോ ജനിക്കുമ്പോൾ പുതിയ ജീവിതം ആരംഭിക്കുകയായി. പഴയതെല്ലാം കടന്നുപോകും. നമ്മുടെ കണ്ണീര് കാണുന്നവനാണ് കർത്താവ്, നമ്മുടെ കണ്ണീര് തുടയ്ക്കുന്നവനാണ് കർത്താവ്. വചനം പറയുന്നു, അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. തുടർന്ന് വചനം പറയുന്നു, ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. മരണത്തിന്റെ യുഗം അവസാനിച്ചു. ജീവന്റെ യുഗത്തിലാണ് നാം ജീവിക്കുന്നത്. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിക്കുന്നു യേശുവിന്റെ വരവോടുകൂടെ. മുറവിളിയോ ദുഃഖമോ വേദനയോ ഇല്ലാത്ത ഒരു പുതിയ ജീവിതം. ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ ധൈര്യം. ചിലപ്പോഴൊക്കെ ധൈര്യം ചോർന്നു പോകുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. വിശ്വാസം ക്ഷയിച്ചു പോകുന്നത് പോലെ നമുക്ക് തോന്നിയേക്കാം. പ്രതിസന്ധികൾ നമ്മെ വഴിമുട്ടിക്കുന്നതായി നമുക്ക് തോന്നിയേക്കാം. അപ്പോഴൊക്കെ കർത്താവിന്റെ പരിശുദ്ധമായ സാന്നിധ്യം നമുക്ക് ധൈര്യം നൽകണം. കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 4-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഞാൻ നിങ്ങളിൽ വസിക്കുന്നു, നിങ്ങൾ എന്നിലും വസിക്കുവിൻ. നമ്മോടൊത്തു വസിക്കുന്ന, നമ്മിലായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അവൻ എമ്മാനുവേൽ ദൈവമാണ്, കൂടെ വസിക്കുന്ന ദൈവമാണ്. ഈ ദൈവം നമ്മോടൊപ്പമുണ്ടെങ്കിൽ നാം ഇനി ദുഃഖിക്കുകയോ മുറവിളി കൂട്ടുകയോ വേദനിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പഴയതെല്ലാം കടന്നുപോയി, പുതിയൊരു യുഗം വന്നിരിക്കുന്നു. ദിവ്യകാരുണ്യീശോയുടെ പക്കലേക്ക് നമുക്ക് കണ്ണുകൾ ഉയർത്താം. ആ യേശുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യം നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും അനുഭവവേദ്യമാകാനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിനെ ആരാധിച്ച് സ്തുതിച്ച് നമുക്ക് ഒരു ഗാനം ആലപിക്കാം. യേശുവിന്റെ പരിശുദ്ധമായ സാന്നിധ്യം ഇവിടെയുണ്ട്. യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നമ്മുടെ ഹൃദയവും നമ്മുടെ കുടുംബവുമെല്ലാം നിറഞ്ഞിരിക്കുന്നു. ആനന്ദത്തോടും വിശ്വാസത്തോടും കൂടെ നമുക്ക് ഈ ഗീതം ഏറ്റുപാടാം. അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ
നല്ലവനായ യേശു, നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉളവാക്കാൻ കഴിവുള്ള യേശു, നമ്മുടെ കണ്ണീര് തുടച്ചു കളയുന്ന യേശു ഇതാ നമ്മോടൊപ്പം. അവിടുത്തെ തിരുമുൻപിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 13-14 വചനങ്ങളിൽ ഈശോ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നത് എന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. ഇത് ഈശോയുടെ വാഗ്ദാനമാണ്. ഈശോയുടെ വാഗ്ദാനം തീർച്ചയായും നിറവേറും. ഈശോയുടെ വാക്കുകൾക്ക് മാറ്റമില്ല, വാഗ്ദാനങ്ങൾക്ക് മാറ്റമില്ല. ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 33-ാം വചനത്തിൽ ഈശോ പറയുന്നു, ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വാക്കുകൾ കടന്നു പോവുകയില്ല. കടന്നു പോകാത്ത യേശുവിൻ്റെ വാഗ്ദാനം, മാറ്റമില്ലാത്ത യേശുവിൻ്റെ വാഗ്ദാനം. നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്ത് നമുക്കാവശ്യമായ അനുഗ്രഹങ്ങൾ നമ്മോടൊപ്പമായിരിക്കുന്ന ഈശോയോട് നമുക്ക് ചോദിച്ചു വാങ്ങാം. ഇവിടെ ചൊല്ലുന്ന ഓരോ പ്രാർത്ഥനയ്ക്കും ശേഷം പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് നമുക്ക് ഏറ്റുചൊല്ലാം. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പുൽക്കൂട്ടിൽ പിറന്ന് മനുഷ്യരോട് അടുത്തിടപഴകിയ കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളുടെ ഹൃദയങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും അങ്ങ് വന്ന് പിറക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ യേശുവേ, അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് പിറന്നത് പുൽക്കൂട്ടിലാണ്. വൃത്തിഹീനമായ അടക്കും ചിട്ടയുമില്ലാത്ത ഒരു സ്ഥലമായിട്ടാണ് സാധാരണ രീതിയിൽ പുൽക്കൂട് പ്രത്യക്ഷപ്പെടുന്നത്. ചിലപ്പോഴൊക്കെ ഞങ്ങളുടെ ഹൃദയങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളും പുൽക്കൂടിന് തുല്യമായിരുന്നിട്ടുണ്ട്. ഹൃദയവിശുദ്ധി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ അടുക്കും ചിട്ടയുമില്ലാതെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. പുൽക്കൂട്ടിൽ ജനിക്കാൻ മനസ്സ് കാണിച്ചത് അങ്ങ് ഞങ്ങളുടെ ഹൃദയങ്ങളിലും കുടുംബങ്ങളിലും ജനിക്കാൻ തയ്യാറാണ് എന്നതിന്റെ സൂചനയാണല്ലോ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ യോഗ്യതകളും ബലഹീനതകളും പോരായ്മകളും ഒന്നും പരിഗണിക്കാതെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങ് വന്ന് പിറക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങ് വസിക്കണമേ. അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും മാറ്റണമെന്ന് കർത്താവായ ഈശോയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ഈശോയെ, പ്രത്യേകമായി രോഗികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം സകല രോഗങ്ങൾക്കും ഔഷധമാണ്. എത്രയോ പേരെ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം കൊണ്ടും വാക്കുകൊണ്ടും അങ്ങ് സുഖപ്പെടുത്തിയിരിക്കുന്നു. നാളുകളായി രോഗത്തിന്റെ പിടിയിൽപ്പെട്ട് വലയുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ രോഗികളായിരിക്കുന്നവരെ കർത്താവായ യേശുവേ അങ്ങയുടെ പരിശുദ്ധ നാമത്തിൽ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ കരുണയായിരിക്കണമേ. അങ്ങയുടെ ശക്തമായ കരം അവരുടെ മേൽ നീട്ടണമേ. അവരുടെ എല്ലാ രോഗങ്ങളിൽ നിന്നും അവരെ വിമോചിപ്പിക്കണമേ. രോഗികളായ ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങൾക്ക് സൗഖ്യം നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഈ ഭൂമിയിൽ ജനിച്ചിട്ട്
2000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അങ്ങ് ജനിച്ച കാര്യം അറിഞ്ഞിട്ടില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങൾ ഞങ്ങൾക്ക് ചുറ്റിലുമുണ്ട്. അങ്ങ് ജനിച്ചപ്പോൾ ദൈവദൂതൻ നാട്ടിടയന്മാരോട് പറഞ്ഞു, സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയുടെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള സദ്വാർത്തയാണ്, എല്ലാ മനുഷ്യരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അതിനാൽ ഇനിയും അങ്ങയെ അറിഞ്ഞിട്ടില്ലാത്തവരുടെ മുമ്പിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബ സാഹചര്യങ്ങളിൽ, ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, ചുറ്റുപാടുകളിൽ അങ്ങേക്ക് സാക്ഷ്യം വഹിച്ചുകൊണ്ട് അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയുമാറ് അങ്ങേക്ക് സാക്ഷ്യം കൊടുക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമെന്ന് കർത്താവായ ഈശോയെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഞങ്ങളുടെ കണ്ണീര് തുടയ്ക്കുന്ന കാരുണ്യവാനായ ഈശോയെ, ഞങ്ങളോടൊപ്പം വസിക്കുന്ന ഞങ്ങളുടെ തമ്പുരാനെ, ഈ നിമിഷത്തിന്റെ ഞങ്ങളുടെ പ്രത്യേക ആവശ്യങ്ങൾ അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. ഈ നിമിഷങ്ങളിലെ ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഈ നിമിഷങ്ങളിലെ ഞങ്ങളുടെ വേദനകൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, ഞങ്ങളുടെ പ്രതിസന്ധികൾ കർത്താവെ അങ്ങ് കാണുന്നുണ്ടല്ലോ. പഴയതെല്ലാം കടന്നുപോയി, ഇനി മുതൽ മരണമോ മുറവിളിയോ ദുഃഖമോ വേദനയോ ഉണ്ടാകില്ല എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ കർത്താവേ. ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും കടന്നുപോയി ഞങ്ങളുടെ ജീവിതത്തിൽ പുതിയ ഒരു യുഗം ആരംഭിക്കുവാൻ അങ്ങയുടെ സാന്നിധ്യം കാരണമാകട്ടെ. ഞങ്ങളുടെ കണ്ണീർ തുടയ്ക്കണമേ. ഞങ്ങളുടെ പഴയകാല ജീവിത അനുഭവങ്ങളെ അങ്ങ് മാറ്റണമേ. പുതിയൊരു ജീവിതം നൽകി, പ്രത്യാശ നൽകുന്ന ഒരു പുതുജീവിതം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പുൽക്കൂട്ടിൽ ജനിച്ച ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മാലാഖ ആട്ടിടയന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, കാരണം ഈശോ ജനിച്ചിരിക്കുന്നു. ഈശോയുടെ ജനനം നമുക്ക് ധൈര്യം നൽകുന്ന സംഭവമാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഭയം മാറ്റിക്കളയുന്ന, നമ്മുടെ മുറിവുകൾ ഉണക്കിക്കളയുന്ന, നമുക്ക് പ്രത്യാശ നൽകുന്ന അനുഭവമാണ് ഈശോയുടെ ജനനം. ഇന്നും ഈശോ നമ്മോട് പറയുന്നു, ഭയപ്പെടേണ്ട. ചിലരെങ്കിലും ചിന്തിച്ചേക്കാം, ഈശോ ജനിച്ചത് 33 വർഷത്തേക്ക് വേണ്ടിയാണെന്ന്. എന്നാൽ ഈശോ ജനിച്ചത് 33 വർഷത്തേക്ക് വേണ്ടിയല്ല, ശാശ്വതമായി നമ്മോടൊപ്പം ആയിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഈശോ ഇന്നും നമ്മോടൊപ്പമുണ്ട്. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നു, ഇതാ ലോകാവസാനത്തോളം എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. 33 വർഷം ഈ ഭൂമിയിലായിരിക്കാൻ വേണ്ടിയല്ല ഈശോ വന്നത്, മറിച്ച് എല്ലായ്പ്പോഴും നമ്മോട് കൂടെ ആയിരിക്കാനാണ്, ഈ ലോകത്തിലായിരിക്കാനാണ് ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോ ഈ സമയം ഇപ്പോൾ ഇവിടെ നമ്മോടൊപ്പമുണ്ട്. എബ്രായർക്കുള്ള ലേഖനം 13-ാം അധ്യായം 8-ാമത്തെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഈശോയ്ക്ക് മാറ്റമില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് പുൽക്കൂട്ടിൽ പിറന്ന ഈശോ ഗലീലി കടൽ തീരത്തും ജെറിക്കോ പട്ടണത്തിലും കഫർനാമിലും നടന്നു നീങ്ങിയ ഈശോ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ഇതാണ് ക്രിസ്മസ് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം. ദൈവം നമ്മോട് കൂടെ. അവിടുന്ന് നമുക്ക് ധൈര്യം നൽകുന്നു, അവിടുന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നു. നമ്മുടെ കൂടെ വസിക്കുന്ന ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ധൈര്യത്തോടെ പ്രത്യാശയോടെ നമുക്ക് മുന്നോട്ട് പോകാം. ദിവ്യകാരുണ്യ ഈശോയുടെ ആരാധനയ്ക്കായി, നമുക്ക് ആശീർവാദത്തിനായി നമുക്ക് ഒരുങ്ങാം.
നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.